വളരെ പ്രധാനപ്പെട്ട വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്കാമിനെ കുറിച്ച് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. 2024 സെപ്റ്റംബർ 3 കൊച്ചിയിലുള്ള ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനം ഞാൻ ചെയ്തിരുന്നു. മറ്റു പല പ്രമുഖരും അതിലുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എനിക്ക് ഈ സ്ഥാപനത്തിനെതിരെ പല മെസ്സേജുകൾ വരുന്നുണ്ട്. അതായത് പൈസ അടച്ച് പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പല കുട്ടികളും സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ എനിക്ക് അയച്ചു തരുന്നുണ്ട്. സീരിയൽ താരം ഗായത്രി അരുണ് ഒരു ഇനോഗ്രേഷന് പോയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ എടുത്ത് ആ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മാർക്കറ്റിംഗിന്റെ പരസ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് തന്റെ അറിവോടുകൂടിയല്ല, താൻ ഇതിനെതിരെ നിയമപരമായി നീങ്ങിയിട്ടുണ്ട്. ഒപ്പം അന്ന് ആ ഉദ്ഘാടനത്തിന് തന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് പ്രമുഖർക്ക് തെളിവ് സഹിതം ഞാൻ ഇതിന്റെ ഒരു കോപ്പി അയച്ചിട്ടുണ്ട്. അവരും വേണ്ടപ്പെട്ട നടപടികൾ എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊച്ചിയിലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ലീഡറും കൂടി ആ ഇനോഗ്രേഷന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനാണ് എല്ലാ വിവരങ്ങളും ഡീറ്റെയിൽസും ഒക്കെ വെച്ചിട്ട് ഗായത്രി അരുൺ തെളിവുകൾ സമർപ്പിച്ചത്. അതിന്റെ പേരിൽ അദ്ദേഹം ആക്ഷൻ എടുത്തുകൊള്ളാമെന്നും എല്ലാവിധ സഹായങ്ങളും നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ഇനോഗ്രേഷൻ വന്നത് PR ഏജൻസി മുഖേനയാണ്. നമ്മൾ ഒരു ഇനോഗ്രേഷന് പോകുമ്പോഴേക്കും അവിടുത്തെ സർട്ടിഫിക്കേഷൻ, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കേഷനൊക്കെ അന്വേഷിച്ച് ക്ലിയർ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് സാധാരണ പോകാറ്. ഈ ഒരു ഇനോഗ്രേഷനും ഞാൻ അങ്ങനെ തന്നെയാണ് പോയത്. എനിക്ക് ഇവരുടെ ചുമതലപ്പെട്ട അധികാരികളുമായി മുൻപോ ഈ ഇനോഗ്രേഷന് ശേഷമോ യാതൊരു ബന്ധങ്ങളുമില്ല. ഒരു PR ഏജൻസി വഴിയാണ് ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഇനോഗ്രേഷന് പോയി കുറച്ച് ഫോട്ടോസുകൾ എടുത്തു, ഞാൻ തിരിച്ചു വന്നു. എനിക്ക് ഈ ഒരു സ്ഥാപനവുമായി വ്യക്തിപരമായ യാതൊരു ഉടമ്പടിയോ ബന്ധങ്ങളോ തന്നെ ഇല്ല. ഒരു PR മുഖേന ഞാൻ അവിടെ പോയി ഇനോഗ്രേഷൻ ചെയ്ത് തിരിച്ചു വന്നതാണെന്നും ഇവര് തന്റെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിങ്ങിനായിട്ട് ബിസിനസ്സിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ തന്റെ സ്വരുക്കൂട്ടി വെച്ച പൈസ കൊണ്ട് ഇവിടെ കൊടുക്കുകയും എന്നാൽ ഇത് വാലിഡ് ആയിട്ടുള്ളൊരു കോഴ്സല്ല, അവിടെ നിന്ന് തട്ടിപ്പിനിരയാവുകയും ചെയ്ത കാര്യം ഗായത്രി അരുണിന് സ്ക്രീൻഷോട്ട് സഹിതം ആ കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഇവർക്ക് വളരെയധികം ദുഃഖമായി എന്നാണ് പറയുന്നത്. ഒരുപാട് മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പൈസ സമ്പാദിച്ച് ഈ ഒരു സ്ഥാപനത്തിൽ കൊണ്ട് ചേരുകയും അതിനുശേഷം പൈസ അടച്ചതിന് ശേഷം ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു കോളുകളോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ നൽകുന്നതല്ല. അതിനുശേഷം ഇവരുമായി പൈസ അടച്ചവരുമായി ഈ ഇൻസ്റ്റിറ്റ്യൂഷൻകാര് യാതൊരു കോണ്ടാക്റ്റും നിലനിർത്തുന്നതല്ല. അപ്പോഴാണ് മനസ്സിലായത് ഇതൊരു സ്കാം ആണെന്നുള്ളത്. ഇത് മനസ്സിലാക്കിയ ഗായത്രി അരുൺ ഗൂഗിളിൽ ഈ ഒരു ഓഫീസിനെ കുറിച്ച് അന്വേഷിക്കുകയും അവിടെ കണ്ട റിവ്യൂകളിൽ ഒരുപാട് ആൾക്കാർ വന്ന് നെഗറ്റീവായിട്ട് റിവ്യൂ, ഞങ്ങൾക്ക് ഇങ്ങനെയാണ് സംഭവിച്ചത് ഇവിടെ എന്നുള്ള രീതിയിലുള്ള റിവ്യൂ ആണ് കണ്ടതെന്നും ഗായത്രി അരുൺ പറയുന്നു. തന്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 300-ൽ പരം കുട്ടികളാണ് തട്ടിപ്പിനിരയായിരിക്കുന്നത് എന്നാണ് ഗായത്രി അരുൺ പറയുന്നത്. അവർക്ക് പറയാനുള്ളത് നിങ്ങൾ എത്രയും വേഗം നിയമസഹായം തേടുക എന്നുള്ളതാണ്. അറിവിന്റെ പേരിൽ, വിദ്യയുടെ പേരിൽ, വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ടെങ്കിൽ അവരെ എത്രയും വേഗം നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ഗായത്രി അരുൺ പറയുന്നത്. എത്രയും വേഗം ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനങ്ങളിലേക്ക് നിയമപരമായി നിങ്ങൾ കടക്കേണ്ടതാണെന്നും എന്റെ ഫേസ് വെച്ചിട്ട് ഇത്തരം തട്ടിപ്പ് നടത്തുന്നതിനായി, അതിന്റെ മാർക്കറ്റിംഗ് ആവശ്യത്തിനായി ഇനോഗ്രേഷന് വേണ്ടി വന്ന എന്റെ ഫോട്ടോ എന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഉപയോഗിക്കുന്നതിനാൽ അതിനെതിരെ ഞാൻ നിയമപരമായി മുന്നോട്ട് നീങ്ങുകയും നോട്ടീസ് അവർക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും തട്ടിപ്പിനിരയായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന്, ഒരു നിമിഷം പോലും വൈകാതെ നിയമപരമായി മുന്നോട്ട് നീങ്ങണമെന്നും ഗായത്രി അരുൺ പറയുന്നു. ഈ ഒരു സ്ഥാപനത്തിന്റെ പേര് ഞാൻ വെളിപ്പെടുത്താത്തത് ഇതിന്റെ പേരിലുള്ള നിയമ നടപടികൾ നടക്കുന്നത് കൊണ്ട് മാത്രമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇനിയും ഇത് അറിവില്ലാത്ത ഒരുപാട് കുട്ടികളിലേക്ക്, ഒരുപാട് മാതാപിതാക്കളിലേക്ക് ഈ ഒരു കാര്യം എത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വീഡിയോ ചെയ്യുന്നതെന്നും ഗായത്രി അരുൺ കൂട്ടിച്ചേർത്തു. എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇത്തരക്കാരെ നമുക്ക് സമൂഹത്തിൽ നിന്ന് തുരത്താൻ കഴിയൂ എന്നും ഗായത്രി അരുൺ ഓർമ്മിപ്പിക്കുന്നു.